ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാർട്ടികൾക്കോ വിശേഷ ദിവസങ്ങളിലേക്കോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചോറാണ് കേട്ടോ. പെരി പെരി അൽഫാം ചിക്കൻ മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇതിലേക്ക് നമ്മൾ സോസൊക്കെ നമ്മൾ പെരി പെരി സോസൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി ബിരിയാണി തന്നെയാണ്. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോയത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചിക്കനൊക്കെ നല്ലവണ്ണം കഴുകി വെള്ളമൊക്കെ നല്ലവണ്ണം വാർന്നു വരുന്നുണ്ട് കേട്ടോ. ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് മസാല തേക്കുമ്പോൾ വെള്ളം ഉറന്ന പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിക്കനിൽ മസാല പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ചിക്കൻ നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെക്കുക. ചിക്കൻ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതിൽ ഞാൻ വരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മസാല പിടിക്കാനും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ വരട്ട് കൊടുക്കുന്നത്. നല്ല ആഴത്തിൽ തന്നെ വരട്ട് കൊടുക്കുക. ഇനി അതവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പെരി പെരി സോസ് ഉണ്ടാക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് എടുത്തിട്ട് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഞാനെടുത്തിന് കാശ്മീരി മുളകാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് വേണമെങ്കിലും എടുക്കുക. ഇത് കുറച്ച് എരിവുള്ള ബിരിയാണിയാണ് കേട്ടോ. കുറച്ച് നേരം വെക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ മുളക് നല്ലവണ്ണം കുതിർന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് മുളക് എടുക്കുക. ഞാനിപ്പോൾ ഇതിൽ 10-18 മുളകുണ്ട് കേട്ടോ. കുതിർന്ന മുളകിനെ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു കൂട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതേപോലെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ഇടുന്നില്ല. കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതല്ല. അപ്പോൾ ഒരുപാട് എരിവ് വേണ്ടാണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു നാരങ്ങൻ്റെ നീര് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലവണ്ണം പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്നത് 2 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കണം. ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കല്ലുപ്പാണ്. ഇനി ഇതും നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പെരി പെരി സോസ് റെഡി ആയിട്ടുണ്ട്. ഈ സോസ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് ഞാൻ ചിക്കനിലേക്ക് ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ചിക്കനൊന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട്. ചിക്കന് നല്ലവണ്ണം മസാല ആക്കണം കേട്ടോ. നമ്മൾ വരിഞ്ഞിട്ട ആ ഭാഗത്തൊക്കെ ചിക്കനിൽ മസാല ആകണം. ഈ മസാല നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഞാൻ നാരങ്ങ നീര് ഒഴിച്ചതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ തൈരല്ല ഒഴിച്ചിരിക്കുന്നത്, നാരങ്ങ നീരാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ നല്ലവണ്ണം മസാല തേച്ച് പിടിപ്പിക്കുക. അപ്പോഴാണ് ചിക്കനിലേക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, മസാലയൊക്കെ പിടിച്ചിട്ട്. ഇതെല്ലാം കൈ കൊണ്ട് നല്ലവണ്ണം മിക്സാക്കി തേച്ച് കൊടുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിലൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നിങ്ങൾ രാവിലെയാണ് ഇത് ചോറ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാത്രി ഇതെല്ലാം മസാലയൊക്കെ തേച്ചതിന് ശേഷം കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കാം. ചുരുങ്ങിയത് ഒരു 2-3 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ച് ചിക്കൻ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സോഫ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് മൂടി വെക്കുന്നുണ്ട്. ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. എന്ത് ടേസ്റ്റാണ് അറിയാം. നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു മസാലയ്ക്ക്. നല്ല ടേസ്റ്റ് വരുന്നു കേട്ടോ ഈ മസാല. ഇനി അത് അവിടെ ഇരിക്കട്ടെ. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഒരുപാട് എണ്ണൻ്റെ ആവശ്യമില്ല. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമ്മളിത് മസാല തേച്ച് വെച്ച ചിക്കന് ഒന്നുകൂടി ഒന്ന് മസാല തേച്ചതിന് ശേഷം നമ്മൾ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിത് മുഴുവനായിട്ട് ഇതിൽ 5 പീസുണ്ട്. ഞാൻ മുഴുവനായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വലിയ പീസായതുകൊണ്ട് വേകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. ബാക്കിയുള്ള മസാല അവിടെ ഇരിക്കട്ടെ കേട്ടോ. അത് നമുക്ക് ആവശ്യമുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ ഇത് പൊരിച്ചെടുക്കുക. ചിക്കൻ നല്ലവണ്ണം ഫ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട്. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വെക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക.
അപ്പോൾ ഞാനിത് വെള്ള ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നല്ലവണ്ണം 2-3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക. ഞാൻ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ വെള്ള അരി കിട്ടിയില്ല, നിങ്ങൾക്ക് സെല്ല ബസ്മതി റൈസ് മഞ്ഞ കളറിലുള്ള അരിയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. അത് കുറച്ച് വേവ് കൂടുതലുള്ള അരിയാണ്. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കന് കുറച്ചൊന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഭാഗം മറിച്ചിടണം. ഇത് അതേപോലെ തന്നെ 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വലിയ പീസായതുകൊണ്ട് വേകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കുക. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്ത് സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അവിടെ കടന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു കുറച്ച് ഒഴിച്ച് കൊടുക്കണല്ലോ കേട്ടോ എണ്ണ. നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ നമ്മളിതിൽ ലാസ്റ്റ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരുപാട് ഞാൻ എണ്ണ ഒഴിക്കണില്ല. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തുണ്ട് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2-3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പാട് നല്ലവണ്ണം പൊട്ടി അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇട്ടത്. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കിയിട്ട്, ഇപ്പോഴൊക്കെ മീഡിയം ഫ്ലെയിമിലാണ്, നല്ലവണ്ണം ഇളക്കി വെളുത്തുള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഫ്ലേവറൊക്കെ വരുന്ന അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിൻ്റെ കളറൊക്കെ മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1 വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വലിയ ഉള്ളി ഇതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് കളർ മാറി വരണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ. ചിലവർക്കത് മറക്കുള്ളൂ, അതുകൊണ്ടാണ് ഇടയിൽ പറയുന്നത്. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഞാൻ അതിലേക്കൊരു കറുത്ത നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചിക്കനിലേക്ക് തേച്ച പെരി പെരി മസാലയാണ് കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ള മസാല ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാല ഇനി ഇതിൽ കിടന്നിട്ട് നല്ലവണ്ണം വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് ഞാനൊരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കന് പിന്നെ ഫ്രൈ ചെയ്തിട്ടാണല്ലോ വെക്കണത്. അപ്പോൾ അതിൽ ചോറിലേക്ക് ഒരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് അരിയാണ്, അതുകൊണ്ട് ഞാൻ 1 ക്യൂബ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ എടുക്കണമെങ്കിൽ കൂടുതൽ ക്യൂബ് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇട്ട പെരി പെരി മസാലയുടെ എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനൊരു തക്കാളി മിക്സിയിൽ അരച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ തക്കാളി നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ അരിയൊക്കെ കുറച്ച് നേരത്തെ തന്നെ ഞാൻ വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം വെള്ളം വാർന്ന അരിനെ ഞാൻ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി ഒരു 5 മിനിറ്റ് നല്ലവണ്ണം മസാലയിൽ കടന്നിട്ട് ഈ അരിയും മസാലയും കൂടെ നല്ലൊന്ന് സെറ്റായി കിട്ടണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ലൊരു രുചിയാണ് കേട്ടോ. ചോറിന് നല്ല ടേസ്റ്റാണ്. ഈ ഒരു മസാലയും ഈ ചോറ് മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാനൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മസാലയും ചോറൊക്കെ പാടെ നല്ലൊരു ഇതായിട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കണ സമയം കൊണ്ട് തന്നെ ഞാൻ ചോറിന് വേണ്ട വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 3 കപ്പ് അരിയാണല്ലോ നമ്മളെടുത്തത്. അത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിന് 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പ് ഇട്ട് ഇളക്കിയതിന് ശേഷം ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. ഇനി അതവിടെ കടന്നിട്ട് വേഗട്ടെ. ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ചോറ് നല്ലവണ്ണം വെന്തിട്ട് കേട്ടോ. തിളക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ചിക്കന് ഞാനിതാ 2ാം പ്രാവശ്യം ഒന്ന് മറിച്ചിടുകയാണ്. ഇത് കുറച്ച് നേരം സമയം എടുത്തിട്ട് തന്നെ ഇത് വേഗമുള്ളൂ. ചിക്കന് നല്ല വലിയ പീസായതുകൊണ്ട്. ഇപ്പോൾ ഇതാ ചിക്കനിൽ നല്ലവണ്ണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലത്തെ ഈ വെള്ളം മുഴുവനും വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. ആ സമയം വരെയാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്യേണ്ടി. ഇനി ഞാനിത് 1 പ്രാവശ്യം കൂടി ഒന്ന് മറിച്ചിടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. ഇനി ചിക്കൻ വെന്തതിന് ശേഷം കാണിച്ചു തരാം.
അപ്പോൾ അതൊരു 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ചോറ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചോറ് വേവിച്ചെടുത്തത്. ഒന്നും മുട്ടാണ്ട് നല്ല കറക്റ്റ് പരുവത്തിൽ വെന്ത് വന്നിട്ട് കേട്ടോ. ചോറ് ഇളക്കിയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇത് അടച്ച് വെക്കേണ്ടത്. ഇത് ഒരു പൊട്ട് പോലും ആവി പുറത്ത് പോയില്ല കേട്ടോ. ആവി അതിൽ തന്നെ തങ്ങി നിൽക്കും. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ചിക്കനും ഇതാ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇനി ഈ ചിക്കൻ പൊരിച്ചതിൻ്റെ എണ്ണ നമ്മൾ കളയേണ്ട. അത് ചോറിലേക്ക് നമുക്ക് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഒരുപാട് എണ്ണയൊന്നുമില്ല, ഉള്ള എണ്ണ നമ്മൾ കളയണ്ട. ഇതിൻ്റെ മസാലയും കൂടി കൂട്ടിയിട്ടുള്ള എണ്ണ ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ചോറിനുണ്ടാകുക. ഇപ്പോൾ ഇതാ ചോറിൻ്റെ കണ്ട ആവിയൊന്നും പോയിട്ടില്ല. ഞാൻ ഫ്ലെയിം ഓഫാക്കിയാലും ആവി അങ്ങനെ തന്നെ ഉണ്ട്. പൊരിച്ചെടുത്ത ചിക്കൻ ഞാൻ മുഴുവനായിട്ടും ഇതാ ചോറിൻ്റെ മീതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചോറിൻ്റെ മീതെ 4 പറയായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നടുഭാഗം ഞാൻ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. നമുക്കത് പുകയിടാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ചിരട്ടൻ്റെ തുണ്ടാപ്പുറത്ത് കത്തിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പിൽ. ചിക്കൻ ഇട്ടതിന് ശേഷം ചിക്കനിലുള്ള എണ്ണ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ എണ്ണയും കൂടി ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ചോറിന്. അതുകൊണ്ട് ഈ എണ്ണ ഒഴിക്കണ കാരണം കൊണ്ടാണ് ഞാൻ ചോറ് വെക്കുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കാതിരുന്നത്. പിന്നെ ചോറിൻ്റെ നടുവിലൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ കരിനെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു അൽഫാമിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പുകയിടേണ്ടത്. പുകയിടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ ഒഴിച്ചപ്പോഴാണ് പുകയണത്. അപ്പോൾ അത് വീഡിയോയിൽ പെട്ടില്ല. അതുകൊണ്ട് ഞാൻ 2ാം പ്രാവശ്യം കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ആ പുക വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അത് അടച്ച് വെക്കുക. അതിൻ്റെ പുക പുറത്ത് പോകരുത് കേട്ടോ. ആ പുക അതിലിരുന്നിട്ട് പുക അതിലിരിക്കുന്നിട്ട് അപ്പോൾ നമുക്കൊരു അൽഫാമിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ചോറും വെന്തതാണ്, ചിക്കനും വെന്തതാണ്. അതിൻ്റെ ഒരു പുക കൊള്ളാൻ വേണ്ടി മാത്രമാണ് ഒരു 10 മിനിറ്റ് ഞാൻ ഫ്ലെയിം ഓണാക്കി വെച്ചത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ തുറക്കുന്നത് കേട്ടോ. തുറന്നതിന് ശേഷം നമ്മൾ കരി എടുത്ത് മാറ്റുക. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു അൽഫാമിൻ്റെ ടേസ്റ്റോട് കൂടിയിട്ടാണ് ചോറുണ്ടായിരുന്നത്, ചിക്കനും ഉണ്ടായിരുന്നത്. നമ്മൾ പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് ബിരിയാണി റെസിപ്പീസൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ തുറന്നതിന് ശേഷം ചിക്കൻ മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ ഒഴിച്ചതല്ലേ, അത് ചോറ് നല്ലപോലെ മിക്സാക്കി എടുക്കുക. മിക്സാക്കിയതിന് ശേഷം വിളമ്പുക. എനിക്കിപ്പോൾ അതിന് ഒരുപാട് സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് വിളമ്പി തമ്പനയിൽ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് വിളമ്പുകയാണ് കേട്ടോ. നല്ലപോലെ നമ്മൾ ആ ചിക്കൻ പൊരിച്ച എണ്ണയും ചോറും പാടെ മിക്സാക്കിയാലാണ് ഈ ചോറിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ്. ഞാനിട്ട ബിരിയാണി റെസിപ്പീസൊക്കെ നിങ്ങളെല്ലാവരും ഒരുപാട് കണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബായ്. ഓക്കെ, താങ്ക് യു.